സംസ്ഥാനത്ത് ഷിഗല്ല നിപ്പ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആശങ്ക തുടരുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളോടൊപ്പം രോഗ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് പരിശോധന ആരംഭിച്ചു. ഷിഗല്ല രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ പരിശോധനകൾ കൂട്ടുന്നു. ഇന്ന് കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്ത് വരും. ശാലിനിയിലേക്ക് ഒരിക്കൽ കൂടി. ശാലിനി, അതായത് രോഗവ്യാപനം അതെങ്ങനെ വർദ്ധിക്കുന്നുണ്ട്? വലിയ ആശങ്കയുടെ മണിക്കൂറുകളാണ്. നമുക്കറിയാം, ഒരു സമയത്ത് നിപ്പ വലിയ രീതിയിൽ ഭീതി സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് പിന്നീട് മുക്തി നേടിയൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ കോവിഡ് വ്യാപനം. എന്തായാലും അതെല്ലാം മാറി ഒന്ന് സമാധാനത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ നിപ്പ, ഒപ്പം തന്നെ ഷിഗല്ല, അങ്ങനെ രോഗവ്യാപനം വർദ്ധിക്കുന്നത്. എന്താണ് നിലവിലത്തെ സാഹചര്യം? ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എങ്ങനെ? രാഖി, അശ്വതി, എന്തായാലും ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ്. കേരളത്തിന് ആരോഗ്യം കുറയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിഗല്ലയും നിപ്പയ്ക്കും പുറമെ H1N1 എലിപ്പനി, ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങളും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഷിഗല്ലയുടെയും നിപ്പയുടെയും ഇടയിൽ മുങ്ങിപ്പോവുകയാണ് അതിന്റെ കണക്കുകൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം ഈ ഷിഗല്ല വ്യാപനത്തിൽ വർദ്ധിക്കുകയാണ്. തിരുവനന്തപുരത്ത് 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. വയനാട്, ആലപ്പുഴ, കൊല്ലം ജില്ലയിലും സമാനമായ സാഹചര്യമാണുള്ളത്. കോഴിക്കോട് ജില്ലയിലും രോഗവ്യാപനമുണ്ട്. കോഴിക്കോട് ഇപ്പോൾ ഷിഗല്ലയ്ക്ക് പുറമെ നിപ്പ കൂടി വ്യാപനം കൂടിയൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അവിടെ രോഗം സ്ഥിരീകരിച്ച ആളുടെ റൂട്ട് മാപ്പ് അടക്കം വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തിലധികമായി അദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് പരിശോധിച്ച് ഇവരെല്ലാം ക്വാറന്റൈനിലും ഹൈ റിസ്ക് ഇതിലേക്കുമൊക്കെ തിരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് ഇപ്പോൾ നടത്തുകയാണ്. നമ്പർ 1 കേരളം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ നിപ്പയുടെ ഉറവിടം കഴിഞ്ഞ കുറേ നാളുകളായി, ഈ മെയ് മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഈ നിപ്പ വരുമ്പോഴും അതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെയും ആരോഗ്യ വകുപ്പിനോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ആശങ്കയെ നിൽക്കുന്നത്. കാരണം ഉറവിടം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ ഉറവിടം തന്നെ നശിപ്പിക്കാനാവുകയാണെങ്കിൽ ആ രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് സമ്മതിക്കാനാകും. പക്ഷെ അവിടെ അത് പാളുകയാണ് പല വർഷങ്ങളിലും എന്നുള്ളതാണ്. ഇത്തവണയും രോഗികളുടെ എണ്ണം കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശക്തമാക്കുകയാണ്. സമാനമാണ് ഷിഗല്ലയുടെ കാര്യത്തിലും. ഷിഗല്ല രോഗികളുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം അത് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പറയുന്നത്. 114 പേർക്കാണ് ഈ രോഗം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് ആശങ്കാജനകമായ കണക്കാണ് എന്ന് ആരോഗ്യവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് ഈ കുഞ്ഞു കുട്ടികൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പരിശോധനകൾ ഇപ്പോൾ കൂട്ടുകയാണ്. രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ ഒക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ രോഗവ്യാപനം ഉണ്ടായ മേഖലകളിൽ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണ സോണുകൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും നടത്തി വരികയാണ്. ഷിഗല്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. സ്വാഭാവികമായും ആരോഗ്യ സംവിധാനത്തെ അത് വേഗം പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി കൈകോർത്ത് പരിശോധനകൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് തട്ടുകടകൾ, ഹോട്ടലുകളൊക്കെ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നടപടികൾ സ്വീകരിക്കാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇന്നലെ ഉന്നതതല യോഗങ്ങൾ ചേർന്നിരുന്നു. ഈ 2 സാഹചര്യങ്ങളും പ്രത്യേകമായി പരിശോധിച്ചു. നിലവിലെ കേരളത്തിലെ സാഹചര്യം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ കേന്ദ്ര ഇടപെടൽ വേണമെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഓരോ മണിക്കൂർ ഇടവിട്ട് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം, ആരോഗ്യ രീതി പരിശോധിച്ചു വരികയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്. മഴക്കാലമാണ്. ഷിഗല്ല വലിയ രീതിയിൽ ഇങ്ങനെ ഭീതി പരത്തുകയാണ് ശാലിനി. എന്തായാലും വലിയ ഈ രോഗലക്ഷണങ്ങളൊക്കെ മൂർച്ഛിച്ചാൽ വല്ലാത്തൊരവസ്ഥയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം വയറിളക്കമാണ്. പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ള കാര്യം ഏറെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കുട്ടിക്കൊക്കെ വന്നാൽ സ്കൂളുകളും കോളേജുകളിലും സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് രോഗവ്യാപനം നടക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്.